ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരുപാട് മസാലകളൊന്നുമില്ലാതെ ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റാതെ 10 മിനിറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ പെരട്ടാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 1.5 ടേബിൾ സ്പൂൺ വന്നിട്ട് പെരിഞ്ചീരകം, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സബോള ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, 5 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ചെറിയ പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് നമ്മളുടെ മല്ലി ഇലയും പുതിന ഇലയാണ് കേട്ടോ. അപ്പോൾ മല്ലി ഇലയുടെയും പുതിനയുടെയും ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഡൈജഷൻ നന്നാവാനും, അതുപോലെ തന്നെ ഇമ്മ്യൂണി സിസ്റ്റം ഇൻക്രീസ് ചെയ്യാനും, അതുപോലെ തന്നെ ബെറ്റർ ബ്രെയിൻ ഫങ്ഷനൊക്കെ ഏറ്റവും, അതുപോലെ തന്നെ നമ്മുടെ മൗത്ത് നല്ല ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനും സ്ട്രെസ്സ് കുറയ്ക്കാനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഇലകളാണ് ഈ 2 ഇലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും രണ്ടും ഒരു പിടി അളവിൽ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരച്ച് പേസ്റ്റാക്കി മാറ്റാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് എടുക്കുന്ന ചിക്കൻ എന്ന് പറയുന്നത് ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോർമൽ ചിക്കൻ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. പിന്നെ ഞാനിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റും, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വന്നിട്ട് കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ആകെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ വന്നിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഓയിലും ഞാനിതിൽ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വന്നിട്ട് ടൊമാറ്റോ സോസും, പിന്നെ വന്നിട്ട് ചില്ലി സോസും മിക്സ് ആയിട്ടുള്ള സോസ് ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണൽ മാത്രമാണ്, അതില്ലെങ്കിലും കുഴപ്പമില്ല. ടേസ്റ്റിൽ ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. എന്നിട്ട് ഇത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. പിന്നെ ഇറക്കാൻ നേരത്ത് 1 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ കുരുമുളകും കൂടിയിട്ട് പൊടിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വേണമെങ്കിൽ ഗാർണിഷിന് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ചൂടോടെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അടിപൊളി കോംബോ ആണ്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതെന്തായാലും വെറൈറ്റി ഡിഷാണ്, നല്ല ടേസ്റ്റാണ്. 10 മിനിറ്റിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഓൾ. ബൈ, ടേക്ക് കെയർ.